നമസ്തേ, എൻ്റെ പേര് അഞ്ജു. തണ്ണീർമുക്കം ഇല്ലം കൗൺസിലിംഗ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പ്രീ റൈറ്റിംഗ് സ്കിൽസിനെ കുറിച്ചാണ്. പ്രീ റൈറ്റിംഗ് സ്കിൽസ് എന്താണെന്ന് പരിചയപ്പെടാം. ഒരു കുട്ടി എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ആ കുട്ടീനെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്ന കുറച്ച് സ്റ്റെപ്സാണ് പ്രീ റൈറ്റിംഗ് സ്കിൽസ്. ഒരു കുട്ടി എഴുതി തുടങ്ങുന്നതിന് മുമ്പ് കുട്ടി പെൻസിൽ ഹോൾഡ് ചെയ്യാനും പെൻസിൽ ഗ്രിപ്പ് ചെയ്യാനും അതുപോലെ കുട്ടിയുടെ ഇഷ്ടാനുസരണം പെൻസിൽ മൂവ് ചെയ്യാനുള്ള കഴിവാണ് ഇതിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ 5 സ്റ്റെപ്സ് ഏതെല്ലാമാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പ്രീ റൈറ്റിംഗ് സ്കില്ലിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് സ്ക്രിബ്ലിങ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്രേസിങ്, മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡോട്ട് ജോയിനിങ്, നാലാമത്തെ സ്റ്റെപ്പാണ് കോപ്പിങ്, അഞ്ചാമത്തെ സ്റ്റെപ്പാണ് റൈറ്റിംഗ് ഫ്രം മെമ്മറി. പ്രീ റൈറ്റിംഗ് സ്കിൽസിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് സ്ക്രിബ്ലിങ്. സ്ക്രിബ്ലിങ്ങിനുള്ളിൽ തന്നെ പലവിധ സ്റ്റെപ്പുകളാണുള്ളത്. സ്ക്രിബ്ലിങ് വിത്ത് ഫിംഗേഴ്സ്. ഫിംഗറിൻ്റെ അറ്റത്ത് ഫാബ്രിക് പെയിൻറ് പുരട്ടിയതിന് ശേഷം പ്ലെയിൻ പേപ്പറിൽ കുട്ടീനെ കൊണ്ട് കോറി വരപ്പിക്കുക. അതായത് ഇതുപോലെ ഫാബ്രിക് പെയിൻറ്, പല കളറിലുള്ള ഫാബ്രിക് പെയിൻറ്റ്സ് കാണും. അതിൽ ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്തിട്ട് കുട്ടീനെ കൊണ്ട് കൈയുടെ വിരലിൻ്റെ അറ്റത്ത് പുരട്ടിയതിന് ശേഷം കുട്ടീനെ കൊണ്ട് ഇങ്ങനെ കോറി വരപ്പിക്കുക. കുട്ടി ഇങ്ങനെ കോറി വരയ്ക്കുന്നതിലൂടെ കുട്ടിക്ക് തൊട്ട് മനസ്സിലാക്കുവാനും ഫീൽ ചെയ്ത് മനസ്സിലാക്കുവാനുള്ള കഴിവാണ് ഇതിലൂടെ കുട്ടിക്ക് വർദ്ധിക്കുന്നത്. സ്ക്രിബ്ലിങ്ങിനുള്ളിലെ അടുത്ത സ്റ്റെപ്പാണ് സ്ക്രിബ്ലിംഗ് വിത്ത് ക്രയോൺസ്. ഒരു പ്ലെയിൻ പേപ്പറിൽ കുട്ടീനെ കൊണ്ട് കുട്ടിയുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ക്രയോൺസ് ഉപയോഗിച്ച് കുട്ടീനെ കൊണ്ട് സ്ക്രിബിൾ ചെയ്യിപ്പിക്കുക. ഇതിലൂടെ കുട്ടിക്ക് ട്രൈപോഡ് ഗ്രാസ്പും അതുപോലെ പെൻസിൽ ഗ്രിപ്പ് ചെയ്യുവാനുള്ള കഴിവും ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്ക്രിബ്ലിങ്ങിനുള്ളിൽ വരുന്ന സ്റ്റെപ്പാണ് സ്ക്രിബ്ലിംഗ് വിത്ത് സ്കെച്ച് പെൻ. ഒരു പ്ലെയിൻ പേപ്പറിൽ കുട്ടീനെ കൊണ്ട് സ്കെച്ച് പെൻ ഉപയോഗിച്ച് സ്ക്രിബിൾ ചെയ്യിപ്പിക്കുക. കുട്ടി ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യുമ്പോൾ ഇതിലൂടെ കുട്ടിക്ക് ഫൈൻ മോട്ടോർ സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നു, ഐ ഹാൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, അതുപോലെ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷനും ഇംപ്രൂവ് ചെയ്യുന്നു. സ്ക്രിബ്ലിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്ക്രിബ്ലിംഗ് ഇൻസൈഡ് കട്ടൗട്ട് ഷേപ്പ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിളിൻ്റെ കട്ടൗട്ട് ഷേപ്പാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഷേപ്സ് ആയിട്ടുള്ള ട്രയാങ്കിള്, സർക്കിള്, സ്ക്വയർ എന്നിവ ഉപയോഗിച്ചും കുട്ടീനെ കൊണ്ട് നിങ്ങൾക്ക് സ്ക്രിബിൾ ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കുട്ടിയുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ക്രയോൺ ഉപയോഗിച്ച് കുട്ടീനെ കൊണ്ട് ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യിപ്പിക്കുക. ഇതിലൂടെ കുട്ടിക്ക് കളർ കൺസെപ്റ്റും കിട്ടുന്നു. ഇതോടൊപ്പം കുട്ടീനെ ഇങ്ങനെ ഒരു സ്ക്രിബിൾ ചെയ്യിക്കുന്നതിലൂടെ കുട്ടിക്ക് ഒരു ബോർഡർ കൺസെപ്റ്റും അതോടൊപ്പം വിഷ്വൽ സ്പേഷ്യൽ സ്കില്ല് കുട്ടിക്ക് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രീ റൈറ്റിംഗ് സ്കിൽസിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ട്രേസിങ്. ട്രേസിങ്ങിനുള്ളിൽ തന്നെ പലവിധ സ്റ്റെപ്സുകളാണ് ഉള്ളത്. ട്രേസിങ് യൂസിങ് സാൻഡ്. ഇവിടെ ഞാൻ എ എന്ന ലെറ്ററാണ് സാൻഡ് ഉപയോഗിച്ച് കുട്ടീനെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെ കുട്ടീനെ കൊണ്ട് ഇതിലൂടെ ട്രേസ് ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടിക്കൊരു ഫീൽ ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവും അതോടൊപ്പം ഒരു കൈനസ്തെറ്റിക് ഫീലുമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. മണൽ മാത്രമല്ല, അരി ഉപയോഗിച്ച് നമുക്ക് കുട്ടികളെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ഇതിൽ കൂടെ കുട്ടീനെ കൊണ്ട് ഇങ്ങനെ തൊട്ട് മനസ്സിലാക്കിച്ച് ഇങ്ങനെ കുട്ടീനെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിക്കുക. ഇതിലൂടെയും കുട്ടിക്ക് ഒരു കൈനസ്തെറ്റിക് ഫീലാണ് ലഭിക്കുന്നത്. ട്രേസിങ്ങിലെ അടുത്ത സ്റ്റെപ്പാണ് ട്രേസിങ് ഓൺ ബോൾഡ് ലൈൻ ആൻഡ് ട്രേസിങ് ഓൺ തിൻ ലൈൻ. ട്രേസിങ് ഓൺ ബോൾഡ് ലൈൻ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എ എന്ന ലെറ്ററാണ് ബോൾഡ് ലൈനാക്കി എഴുതിയിരിക്കുന്നത്. കുട്ടീനെ കൊണ്ട് പെൻസിൽ ഉപയോഗിച്ച് ഡൗൺസ് ലൈൻ, ഡൗൺസ് ലൈൻ ആൻഡ് സ്ലീപ്പിംഗ് ലൈൻ ഇങ്ങനെ കുട്ടീനെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിക്കുക. അടുത്ത സ്റ്റെപ്പാണ് ട്രേസിങ് ഓൺ തിൻ ലൈൻസ്. ഇവിടെ എ ലെറ്ററിലാണ് ഞാൻ തിൻ ലൈൻസ് എഴുതിയിരിക്കുന്നത്. കുട്ടീനെ കൊണ്ട് ഈ തിൻ ലൈൻസിലൂടെ കുട്ടീനെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. പ്രീ റൈറ്റിംഗ് സ്കില്ലിൻ്റെ തേർഡ് സ്റ്റെപ്പാണ് ഡോട്ട് ജോയിനിങ്. ഡോട്ട് ജോയിനിങ് കുട്ടീനെ നമ്മൾ പഠിപ്പിക്കുന്നത് ലെറ്റേഴ്സ് അല്ലെങ്കിൽ പിക്ചേഴ്സ് ഡോട്ടഡ് ആയി കൊടുത്ത് കുട്ടീനെ അതിൻ്റെ മേലെ കൂടെ ട്രേസ് ചെയ്യിച്ച് ഡോട്ട് ജോയിനിങ് ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ റൈറ്റിംഗ് സ്കില്ലാണ് ഇതിലൂടെ ഇംപ്രൂവ് ചെയ്യുന്നത്. പ്രീ റൈറ്റിംഗ് സ്കില്ലിലെ ഫോർത്ത് സ്റ്റെപ്പാണ് കോപ്പിയിങ്. അതായത് കുട്ടി പഠിച്ച ലെറ്റർ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ നമ്മൾ ആ ലെറ്റർ കുട്ടിക്ക് എഴുതി കൊടുത്തതിന് ശേഷം ഇവിടേക്ക് കുട്ടിയോട് എഴുതാനായിട്ട് ആവശ്യപ്പെടാം. ഈ സ്റ്റെപ്പിലൂടെ കുട്ടി കോപ്പിയിങ് എന്ന സ്കിൽ അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രീ റൈറ്റിംഗ് സ്കില്ലിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് റൈറ്റിംഗ് ഫ്രം മെമ്മറി. കുട്ടി പഠിച്ച കാര്യങ്ങൾ സ്വയമേ ഒരു ക്ലൂ കൂടി ഇല്ലാണ്ട് ഓർത്തെടുത്ത് എഴുതുന്നതിനെയാണ് റൈറ്റിംഗ് ഫ്രം മെമ്മറി എന്ന് പറയുന്നത്. ആദ്യം പ്രോംപ്റ്റുകൾ കൊടുത്തിട്ട് പിന്നീട് അത് കുറച്ച് കൊണ്ടുവന്ന് കുട്ടിക്ക് സ്വയമേ മെമ്മറിയിൽ നിന്ന് എടുത്തെഴുതാൻ സാധിക്കുന്നു. ഇതിലൂടെ കുട്ടി റൈറ്റിംഗ് ഫ്രം മെമ്മറി എന്ന സ്കില്ല് അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.